ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. അപ്പോൾ ഓണം പ്രമാണിച്ച് നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്സിലൊരു, അതായത് നിങ്ങൾ പിൻട്രസ്റ്റിലൊക്കെ കാണൂലേ, അതിലൊക്കെ കിട്ടുന്ന ടൈപ്പ് മോഡലൊക്കെയാണ് നമുക്ക് ടോപ്സ് വെറൈറ്റി പ്രൊഡക്റ്റ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. പിന്നെ 3 പീസിലാണെങ്കിലും അതും മോശമാക്കിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാലോ നമ്മൾ മോശമാക്കില്ല എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അതും നല്ല അഫോർഡബിൾ പ്രൈസിൽ. അപ്പൊ ആരും മിസ് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യേണ്ട. പിന്നെ വേറൊരു ഓപ്ഷനും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പർച്ചേസ് ചെയ്യണതിലല്ല, ഒന്നിൽ കൂടുതൽ പർച്ചേസ് ചെയ്താൽ മാത്രം ഫ്രീ ഷിപ്പിംഗ് ഉള്ളൂ കേട്ടോ. അതിലൊരു 80% നമ്മുടെ അടുത്ത് 2ൽ കൂടുതൽ എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ എന്തായാലും അങ്ങനത്തെ കസ്റ്റമേഴ്സിന് നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കണമല്ലോ. അപ്പൊ ആ ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 2ൽ കൂടുതലല്ല, 1ൽ കൂടുതൽ എടുത്താൽ മതി. അപ്പൊ അവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാലോ, നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കാൻ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ ഒക്കെ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ അറിയാലോ, നിങ്ങളുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ്, ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കണ്ട. ഏറ്റവും തന്നെ ഒരു പാകിസ്ഥാനി വർക്കാണ് വന്നിട്ടുള്ളത്. പാകിസ്ഥാനി ത്രെഡ് വർക്കാണ് കേട്ടോ. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ്. അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ള 3 പീസസ് തന്നെ പറയട്ടെ. സോഫ്റ്റ് ഓർഗൻസയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് വന്നിട്ടുള്ളത് പ്രിന്റഡ് ലൈനിങ് ആണ്. അപ്പൊ ഒരു പ്രിന്റും പ്ലെയിനും കൂടിയും ഒരു ട്രാൻസ്പെറന്റ് ലെവലായിട്ടുള്ള ഒരു 3 പീസ് സെറ്റ് തന്നെ പറയട്ടെ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ത്രെഡ് വർക്ക്, നല്ല ഹെവി ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ബാക്കിൽ XL കൊടുത്തിട്ടുണ്ടെങ്കിലും XL മെഷർമെന്റ് ഉള്ള ലെങ്ത് ഒരു 46 ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട്. വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ നോക്കി വെക്കേണ്ട, റൗണ്ട് നെക്കിലാണ്. അതിൽ ഫ്രണ്ട് പോർഷനിലുള്ള ആ ഒരു ത്രെഡ് വർക്ക് നോക്കി വെക്കേണ്ട, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് കളക്ഷൻ തന്നെ പറയട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് അതിന്റെ ഒരു ലൈനിങ് വന്നിട്ടുള്ള ഈ ഒരു പ്രിന്റ് ലൈനിങ് ആണ്. അപ്പൊ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ 3 പീസ് തന്നെ പറയാം. പിന്നെ സ്ലീവ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫുൾ ലെങ്ത് സ്ലീവ് ആണ്. നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. പിന്നെ ആ ഒരു പ്രിന്റും ആ ഒരു പ്ലെയിനും കൂടി ആയിട്ടുള്ള കണ്ടിന്യൂഷൻ ആണ്. ആ ഒരു സെയിം വർക്ക് തന്നെ ബോർഡർ ആയിട്ട് ഫുൾ ഫിൽ ആയിട്ട് തന്നെ പോയിട്ടുള്ളത്. ഇതൊക്കെ കമ്പ്യൂട്ടർ ത്രെഡ് വർക്ക് മിക്സ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ലൈനിങ് ആണെങ്കിൽ ലൈനിങ് ഷിനോൺ സിൽക്ക് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല പ്യുവർ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കേണ്ട, ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം കണ്ടിന്യൂഷൻ തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ 3 പീസ് തന്നെ പറയട്ടെ. പാൻസ് ആണെങ്കിൽ നോർമൽ റയോണിലുള്ള പാൻസ് ആണ്, വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ വൺ സൈഡ് ഇലാസ്റ്റിക്, വൺ സൈഡ് പട്ടായിട്ടുള്ള ഒരു പാറ്റേണിൽ ഉള്ളൊരു പാന്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഷോളാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ടോപ്പിന്റെ ഇത് ഏകദേശം ഒരു എന്താണ് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ തലയിലിട്ടാ കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ. ഓർഗൻസ ആണെങ്കിൽ തലയിലിട്ടാ കിടക്കില്ല. ഇതാണെങ്കിൽ തലയിലിട്ട നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ത്രെഡ് വർക്ക് കണ്ടിന്യൂഷൻ വന്നിട്ട് 2 സൈഡ് സ്കാൽപ്പ് ബോർഡറും വർക്കും വന്നിട്ട് അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഒരു നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയട്ടെ. നിങ്ങൾക്ക് പുറമേക്ക് ഈ ഒരു പാറ്റേൺ ഒക്കെ എന്തായാലും 2000 എബവ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ റേറ്റ് എന്ന് വെച്ചാൽ 1795 അപ്പൊ നല്ലൊരു ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു 3 പീസ് സെറ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം. അപ്പൊ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ലൈനിങ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷിനോൺ സിൽക്ക് ഫാബ്രിക്കിലാണ് ലൈനിങ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു പ്രിന്റ്, അപ്പൊ നിങ്ങൾ ഏകദേശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു പാകിസ്ഥാനി ത്രെഡ് വർക്കിലും കൂടിയിട്ടാണ് ആ ഒരു വെറൈറ്റി പാറ്റേണിൽ വന്നിട്ടുള്ളത്. ഷോളൊക്കെ നോക്കിക്കേ. അപ്പൊ അതിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഞാൻ ഏകദേശം പിടിച്ചു നോക്കിയിട്ടാണ് ഒരു സോഫ്റ്റ് ഓർഗൻസ എന്ന് പറഞ്ഞത്. പക്ഷെ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ അല്ല കേട്ടോ. അതിനേക്കാളും നല്ലൊരു മെറ്റീരിയൽ ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഏകദേശം ആ ഒരു കൺസെപ്റ്റ് ഒക്കെ ഒരു പിടിച്ചു നോക്കാൻ നേരത്തെ ആ ഒരു സോഫ്റ്റ് ഓർഗൻസ ടച്ച് ഉള്ള അറിയാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ട, അപ്പൊ കുറച്ചും കൂടി ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു ഡയറക്റ്റ് കാണുമ്പോൾ ആ ഒരു കൺസെപ്റ്റിന്റെ ഒരു ആ ഒരു വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കണ്ടാ, ത്രെഡ് വർക്ക് ഒന്നും ഒരു രക്ഷയില്ലാത്ത ത്രെഡ് വർക്കാണ് കേട്ടോ. നല്ല ബിഗ് സൈസ് ഷോളില് ഒരു വെറൈറ്റി കൺസെപ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. കണ്ട, അപ്പൊ ഒരു ഇങ്ങനത്തെ ഒരുപാട് പാകിസ്ഥാനി വർക്കിലൊക്കെ ഇനിയും വന്നിട്ടുണ്ട് പാറ്റേൺ ഒക്കെ. അപ്പൊ പിന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ ബുക്കിംഗ്, അതായത് എന്താണ് ഓവറായിട്ട് ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഇതിന്റെ റീസ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നായിരിക്കും കേട്ടോ. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ മാത്രമല്ല, ഏത് പ്രോഡക്റ്റിന്റെ ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യണത്. അപ്പൊ ഇതിന്റെ പാൻസ് ആണെങ്കിൽ നോർമൽ റയോൺ മെറ്റീരിയലാണ് പാൻസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരുവിധം റേഞ്ച് കൂടിയിട്ടുള്ള ഒരുവിധം പ്രോഡക്റ്റിന്റെ ഒക്കെ പാൻസ് ഇങ്ങനെ തന്നെയാണ് സെറ്റിൽ വരാറുള്ളത് കേട്ടോ. അപ്പൊ ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.
ആയിട്ട് നോക്കിക്കേ, നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത്. ഹൈനെക്കില് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 പീസ് സെറ്റ് എന്ന് തന്നെ പറയാട്ടെ. അപ്പൊ ഇതിന്റെ കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല, അതായത് നല്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളർ ചാർട്ട് തന്നെയാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽ ടൈപ്പ് ആണെങ്കിൽ ഇത് ഈ ഒരു പാറ്റേണിന്റെ പേര് എനിക്ക് സത്യമായിട്ട് അറിയട്ടെ. എനിക്ക് ഇങ്ങനെ കാണാൻ നേരത്തെ ഒരു ജോർജറ്റിൽ കുറച്ച് ഷൈനിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ എങ്ങനെ വന്നാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഫാബ്രിക് ടച്ച് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റിയ നല്ല സ്യൂട്ട് ആയിട്ടുള്ള 3 പീസ് ഇത് മെറ്റീരിയൽ തന്നെ പറയാം. സൈസ് XXL ഉണ്ട്, ലെങ്ത് ഒരു 46 ഇഞ്ച് ലെങ്ത് വന്നിട്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കി വെക്കേണ്ട അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അതിന്റെ നെക്കാണ്. ആ ഒരു ഹൈ നെക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. ബാക്കിൽ സിബ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഒന്നും കൂടി ഫ്ലെക്സിബിൾ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അതിന്റെ സ്ലീവ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. സ്ലീവ് ഇങ്ങനെ ഒരു കട്ടിംഗ് ആണ് പോയിട്ടുള്ളത്. ഇവിടെ ഒരു ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ലെവലിലാണ് അതിന്റെ സ്ലീവ് പോയിട്ടുള്ളത്. അപ്പൊ നല്ലൊരു വെറൈറ്റി ആയിട്ട്, അതായത് ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയുണ്ട്. പിന്നെ നോർമലി അതിന്റെ ഹാൻഡ് വർക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ലെവലിൽ ഇങ്ങനെ സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. പിന്നെ അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫാബ്രിക് ആണ് കേട്ടോ. ഫാബ്രിക് ആണ് ഒരു ജോർജറ്റിന്റെ ഒക്കെ ഒരു ഡയമണ്ട് ജോർജറ്റിൽ ഒരു ഷൈനി ആയിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ടച്ചിലാണ് അതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫാബ്രിക്കിന്റെ പേരൊക്കെ ഞാൻ കറക്റ്റ് ചോദിച്ചിട്ട് പറയട്ടെ, അതായിരിക്കും നല്ലത്. അല്ലാണ്ട് എനിക്ക് എന്റെ ഒരു വായി തോന്നിയ പേര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിന്റെ പാൻസ് ആണെങ്കിൽ ആ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. റൗണ്ട് ഇലാസ്റ്റിക്കിലാണ്. അപ്പൊ പാന്റിന് വേറെ എക്സ്ട്രാ ബോർഡറും കാര്യങ്ങളൊന്നും വന്നില്ല. ഈ ഒരു ഹാൻഡ് വർക്ക് കൺസെപ്റ്റ് ഒക്കെ ആ ഒരു ടച്ചിൽ തന്നെ ആയിരിക്കും കേട്ടോ. കുറെ ചവറ് പോലെ വർക്കാക്കി ഹാൻഡ് വർക്ക് വരാൻ നേരത്ത് ഇടാറില്ല. അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് പോകും കേട്ടോ. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് കണ്ട 2 സൈഡ് ഈ ഒരു ലേസ് കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. അത് 2 സൈഡ് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ്. അപ്പൊ ഒരു പ്രീമിയം ലെവല് ടച്ച് ഉള്ള അടിപൊളി 3 പീസ് എന്ന് പറയാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ റേറ്റിലാണ് കൊടുക്കുന്നത്. വെറും 1695 ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ നല്ല ഹെവി കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പാർട്ടി വെയർ ഐറ്റംസ് ഒക്കെ ഇനി വരാനും ഉണ്ട് കേട്ടോ പ്രൊഡക്റ്റില്. അപ്പൊ ഇതിലാണെങ്കിൽ നല്ല നല്ല കളർ ചാർട്ട് തന്നെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ട് മിക്സ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ XXL എന്ന് പറഞ്ഞാൽ XXL ആയിരിക്കും മാത്രമല്ല, തൊട്ട് താഴെയുള്ള XL ആയിരിക്കും എടുക്കാം. അത് ഷേപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ പ്രൊഡക്റ്റിന്റെ. കണ്ട, പിന്നെ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. നമ്മൾ പറയണ റേറ്റ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് വന്നതിന് എന്തായാലും പ്രൊഡക്റ്റ് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയും കേട്ടോ. കാരണം ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒക്കെ മോഡൽ ഷൂട്ടൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കൊണ്ടുവരുമെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ കുറെ റീസെല്ലേഴ്സ് ആണെങ്കിലും നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടണേക്കാളും റേറ്റ് കുറവിലാണ് നമ്മൾ വീഡിയോയിൽ പറയണത്. അപ്പൊ അവർക്ക് ഡയറക്റ്റ് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഒരുപാട് പേര് നമുക്ക് സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ തൽക്കാലം റീസെല്ലിംഗ് ഗ്രൂപ്പ് ആയിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ റീസെല്ലിംഗ് ഗ്രൂപ്പ് ആയിട്ടൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് നമ്മൾ വീഡിയോയിൽ തന്നെ അനൗൺസ് ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പൊ ഒരുപാട് ഫെമിസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഗ്രൂപ്പുകൾ സെപ്പറേറ്റ് അവർ ഉണ്ടാക്കി ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണതാണ്, നമ്മൾ ഇതുവരെ ഒഫീഷ്യലായിട്ട് അങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കാണ്ട് നമ്മുടെ പേരിൽ അങ്ങനെ ഒഫീഷ്യലായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇൻ കേസ് ആ ഒരു ഗ്രൂപ്പ് ത്രൂ ആയിട്ട് നിങ്ങൾക്ക് ബുക്കിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വല്ല മിസ്റ്റേക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അത് കൊണ്ടിട്ടാണ് എടുത്ത് പറയണത്. അപ്പൊ ഒഫീഷ്യലായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഈ ഒരു കളർ മാത്രം ലാർജ് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെന്നറിയില്ല, സെറ്റിൽ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല കളേഴ്സ് തന്നെയാണ് കേട്ടോ. ആരും മിസ് ചെയ്യേണ്ട നല്ലൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഓവർ വർക്കൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഹാൻഡ് വർക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണവർക്ക് അറിയാൻ വേണ്ടി പറ്റും. ഒരുവിധം വർക്കൊക്കെ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും വന്നത് കേട്ടോ. അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ XXL പാർട്ടി വെയർ സെറ്റ് ആണ്. അത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഷിമ്മർ ഫാബ്രിക്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ത്രെഡ് വർക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൈസ് XXL ഉണ്ട്, ലെങ്ത് ഒരു 44 ഇഞ്ചാണ്. അപ്പൊ പ്രത്യേകം പറയാം, 44 ഇഞ്ച് ആയതുകൊണ്ടിട്ട് ഓവർ ഹൈറ്റ് ഉള്ളവർക്കല്ല, ഒരു ഇടത്തരം ഹൈറ്റ് ഉള്ളവർക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു സൈസ് ലെങ്ത് ആണ് സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ്. അതിൽ യോക്ക് പോർഷനിൽ നല്ല
ഹെവി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്ക് സ്വീക്വൻസും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ് ടു ഡൗൺ വരെ പോയിട്ടുള്ളത്. പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. എൻഡിലേക്ക് ബോർഡർ പോയിട്ടുണ്ട്. സ്ലീവ് ഓവർ ലെങ്ത് അല്ല, ഫുൾ ലെങ്ത്തിനേക്കാളും ലെങ്ത് കുറഞ്ഞ ടൈപ്പാണ്. എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. കംപ്ലീറ്റ് ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് ലൈനിങ് സ്റ്റിച്ചഡ് ആണ് വന്നിട്ടുള്ള, പീസായിട്ടുള്ള ലൈനിങ് അല്ല. പിന്നെ അതിന്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ഷിമ്മർ നല്ല ഒറിജിനൽ ഷിമ്മറായിട്ട് വന്നിട്ടുള്ള, ലോക്കൽ ടൈപ്പ് അല്ല, പ്രത്യേകം എടുത്ത് പറയാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള ഷിമ്മറാണ്. ഓവർ ഷൈനി അല്ലാത്തവർക്ക് അങ്ങനെ താല്പര്യം ഇല്ലാത്തവർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. അപ്പൊ പാൻസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഹെഡുള്ള പാൻസ് ആണ്. ഇതിലേക്ക് ബോർഡർ പോയിട്ടുണ്ട്. റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ് പാൻസിൽ വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ്ങും കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ അതിന്റെ ഷോള് വരാൻ നേരത്ത് നോക്കിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഷോൾ തന്നെയാണ്. ഇതിന്റെ കളേഴ്സ് ആണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. നല്ല കളർ ചാർട്ടിലാണ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. 2 സൈഡും ആ ഒരു ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്കും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കളേഴ്സ് നിങ്ങൾ വിചാരിക്കണേക്കാളും ഒരുപാട് കളേഴ്സ് ഇതിൽ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ള സൈസൊക്കെ നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണം, ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവും. അത്ര നല്ല കളർ ചാർട്ട് തന്നെയാണ് ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ റേറ്റും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് റേറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വെറും 11.95 അപ്പൊ 11.95 കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി 3 പീസ് തന്നെയാണ്. തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും എടുക്കട്ടെ, ഡബിൾ എക്സൽ ആയിരിക്കും മാത്രമല്ല എന്ന് അതിനർത്ഥം വേണ്ട. അപ്പൊ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് തന്നെ. പിന്നെ പ്രത്യേകം പറയാം, ചില കളേഴ്സിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല കേട്ടോ. ഇത് നമ്മൾ റിപ്പീറ്റേഷൻ പറഞ്ഞതിൽ സെറ്റിൽ ഇങ്ങനെ ഒരുപാട് കളേഴ്സ് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കയറി വന്നതെന്ന് മാത്രമേ ഉള്ളൂ. വേണ്ട. അപ്പൊ അത് കൊണ്ടിട്ടാണ് പറഞ്ഞത് ചില കളേഴ്സിന് നമുക്ക് റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല എന്ന്. വേണ്ട. വെറും 11.95 നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ നല്ലൊരു ഷിമ്മർ ഫാബ്രിക്കിൽ കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 പീസ് സെറ്റ് എന്ന് തന്നെ പറയാം. വേണ്ട. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടിട്ട് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ്. പിന്നെ എല്ലാ വീഡിയോസിലും ഞാൻ എടുത്ത് പറയാറുണ്ട്, ഇതൊരു പരീക്ഷണം പോലെ, ഇതൊന്നുമല്ല, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ബുക്ക് ചെയ്ത് മാറ്റി വെക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മിസ്സാവും. ഇതേപോലെ ബുക്ക് ചെയ്ത് മാറ്റി വെച്ച പീസ് ഇവിടെ വെറുതെ ഡെഡ് സ്റ്റോക്ക് ആയിട്ടിരിക്കും കേട്ടോ. അപ്പൊ തിരക്കിന്റെ ഇടയിൽ നമുക്ക് നിങ്ങളുടെ അടുത്ത് വീണ്ടും അത് കൺഫേം ആണോ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മളിത് പേയ്മെന്റ് കിട്ടിയ ആൾക്കാരുടെ ഷഫലിങ് ചെയ്യുമ്പോഴായിരിക്കും ആരൊക്കെയാണ് പേയ്മെന്റ് തന്നതും തരാത്തതും എന്നൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരാൻ നേരത്ത് നമുക്ക് ആ ഒരു പീസ് വെറുതെ ഇവിടെ ഡെഡ് പീസ് ആയിട്ട് ഇരിക്കും. ഇത് ആ പ്രൊഡക്റ്റ് ഒരുപാട് പേര് ആ ഒരു സമയത്ത് എൻക്വയറി ചെയ്തവരുണ്ടാവും. അപ്പൊ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മിസ്സാവുകയും ചെയ്യട്ടെ. അതാരം കൊണ്ടിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എല്ലാ വീഡിയോസിലും എടുത്തെടുത്ത് പറയാനായിട്ടാ. അപ്പൊ ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ ഡാർക്ക് ഷെയ്ഡും ഉണ്ട്, ലൈറ്റ് ചാർട്ട് ആണെങ്കിൽ ലൈറ്റ് ചാർട്ടും ഉണ്ട്. നല്ല മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് കേട്ടാ. പാൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത് ഉള്ള പാൻസ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഒരു പാർട്ടി വെയർ 3 പീസിൽ എന്താണോ വേണ്ടത് അതൊക്കെ ഇതില് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഒരു സെറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ മാക്സിമം എനിക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാത്തിലും ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യണം കേട്ടോ നിങ്ങളുടെ മുന്നിൽ. വേണ്ട, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണവർക്ക് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആ ടാഗിൽ കാണുന്ന റേറ്റിനേക്കാളും എങ്ങനെ വന്നാലും ഒരു 10-15% കുറവിലും കൂടിയിട്ടാണ് നമ്മളെല്ലാ പ്രൊഡക്റ്റിന്റെ പ്രൈസ് പറയാനായിട്ടാ. അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. കാഷ്വൽ ആയിട്ടൊക്കെ ഒരു ഡെയിലി വെയർ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇതിന്റെ പല പ്രിന്റ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിന്റെ മിക്സ് പ്രിന്റ് കോമ്പിനേഷനിലാണ് സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഫാബ്രിക് ആണെങ്കിൽ കോട്ടൺ റയോൺ മിക്സ് ആണ്. ഇപ്പൊ നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ട് പോണ ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ്. കസ്റ്റമേഴ്സ് ഈ ഒരു ഫാബ്രിക് ചോദിച്ചു വരാറുണ്ട്. കാരണം ഏത് ക്ലൈമറ്റിനും നിങ്ങൾക്ക് എങ്ങനെ വന്നാലും യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. ചൂടെടുക്കില്ല കേട്ടോ, അത് ഗ്യാരണ്ടി ആയിട്ട് പറയാം. പിന്നെ ഒരു മസ്ലിൻ ടച്ച് ലുക്ക് തോന്നിക്കുകയും ചെയ്യും. അപ്പൊ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് തന്നെയാണ്. അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ്. ലെങ്ത് ഒരു 45 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്ക് ആണ്. അതിൽ യോക്ക് പോർഷനിൽ ലേസും സ്റ്റോൺ വർക്കും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് പോയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു പ്രിന്റിന്റെ ഇടയിൽ നിങ്ങൾക്ക് ആ ഒരു ഗോൾഡൻ ഷെയ്ഡിന്റെ ഒരു വർക്ക് കാണാൻ വേണ്ടി പറ്റൂട്ടെ. അത് ഇതിന്റെ ഒരു എന്താണ് യൂണിക്കായിട്ട് അതിന്റെ ഒരു ലെവൽ അങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ. പിന്നെ അതിന്റെ ആ ഒരു ബോർഡറൊക്കെ നോക്കി, ബോർഡർ അല്ല, ആ ഒരു സ്ലീവിലും ആ ഒരു പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ ആണ് പോണത്. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് അതിന് കോമ്പിനേറ്റ് ആയിട്ട്
ആയിട്ടുള്ള ഒരു പ്രിന്റ് ലെവലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതും സെയിം ഫാബ്രിക് തന്നെയാണ്, ഒരു മസ്ലിൻ ടച്ച് ലുക്ക് കിട്ടുകയും ചെയ്യട്ടെ. അപ്പൊ മസ്ലിൻ ഫാബ്രിക് അല്ല, ഒരു മസ്ലിൻ ടച്ച് ലുക്ക് കിട്ടുന്ന ഒരു ഫാബ്രിക് എന്ന് തന്നെ പറയാം. പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ്. അപ്പൊ നോർമലി ഇതിൽ നമ്മൾ ഡബിൾ എക്സൽ തന്നെയാണ് കൊടുക്കാറുള്ളത്, തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും കൂടി യൂസ് ചെയ്യട്ടെ. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് മസ്ലിനിലേക്ക് വന്ന പോലെ തന്നെ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഷോളാണ്. ഇത് തലയിലിട്ടാൽ നല്ല ഒതുങ്ങി കിടക്കുന്ന ഷോൾ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള പാന്റിന്റെ പ്രിന്റും പിന്നെ ടോപ്പിന്റെ പ്രിന്റും കൂടി മിക്സ് ആയിട്ടുള്ള ഷോൾ കോമ്പിനേഷൻ ആണ് സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ മിക്സ് ആയിട്ടുള്ള പ്രിന്റ് ആണ്. 2-3 ടൈപ്പായിട്ട് പ്രിന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ഒരു 1000 ബിലോയിലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത് വെറും 995 കേട്ടോ. നല്ലൊരു ഫാബ്രിക് ആണ് 995 വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെ വന്നാലും ഇതിന്റെ റേഞ്ച് കൂടിയ പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളൂ കേട്ടോ. ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണെങ്കിലും സൈസ് ഡബിൾ എക്സൽ തന്നെയാണ്. ആ ഒരു ഫസ്റ്റിലെ കാണിച്ച ഒരു സെയിം പാറ്റേൺ, അതിന്റെ പ്രിന്റ് ആയിട്ട് ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തെ ഉണ്ട്, അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റിലേക്ക് കാണിച്ച ഒരു പാന്റിന്റെയും ആ ഒരു ടോപ്പിന്റെ പ്രിന്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഒരു വർക്കിംഗ് വുമൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസുമാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഓഫീസിലേക്ക് ഇട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഔട്ട്ഫിറ്റ് വേറെ കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്താണ്, നമുക്ക് ഇവിടുന്ന് റെഗുലർ ആയിട്ട്, ഇവിടുന്ന് മാത്രമല്ല ഓൺലൈനിലും നമുക്ക് റെഗുലർ ആയിട്ടൊക്കെ ഇത് ഈ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ നമുക്ക് സുഖമായിട്ടൊക്കെ സെയിൽ ആവാൻ കേട്ടോ. എനിക്ക് ഷോപ്പിൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ എന്തായാലും 1000 അബോവ് തന്നെയാണ് ഇത് ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ MRP ടാഗിൽ ഞാൻ ആ ഒരു റേറ്റിൽ ഉണ്ടെങ്കിൽ ആ ഒരു റേറ്റിനുള്ള ക്വാളിറ്റി ആ ഒരു പ്രൊഡക്റ്റിന് എന്തായാലും ഉണ്ടാവട്ടെ. പിന്നെ നമ്മുടെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് പ്രൈസ് പറയണ എന്താന്നുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഈ ഒരു സമയം വരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് എപ്പോഴും നമ്മൾ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പൊ അതൊരു ശീലമായി പോയി. അപ്പൊ ആ ഒരു സെയിം ടാഗ് റേറ്റ് അല്ലാണ്ട് ഡിസ്കൗണ്ട് റേറ്റ് എടുത്ത് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു യാതൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടാ. അപ്പൊ കളേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ ഒരു എന്താണ് കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ കണ്ടതിനാ ഒരു മസ്ലിൻ ടച്ച് ലുക്ക് തോന്നിക്കുകയും ചെയ്യൂട്ടെ കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിലൊക്കെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്, ഒരു ഡെയിലി വെയർ കൺസെപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യട്ടെ. പിന്നെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയൊരു പരിപാടിക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാനും പറ്റുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എടുത്ത് മുതലാക്കാം കേട്ടോ. സോറി, എടുത്തല്ല, ഇട്ട് മുതലാക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം എനിക്ക് തോന്നുന്നത് 3XL ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. ഡബിൾ എക്സൽ ആയിരിക്കും എടുക്കാം, ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി എന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ആണെങ്കിൽ ഒറ്റ കളർ മാത്രമേ ഉള്ളൂ, നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റം തന്നെ. ഇതിലും ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് വർക്ക് മിക്സ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഷോൾ ആണെങ്കിൽ ആ ഒരു ടോപ്പിന്റെ സെയിം ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷെ പ്രൈസിനും മാറ്റമൊന്നുമില്ല, ആ ഒരു സെയിം പ്രൈസ് തന്നെയാണ് കേട്ടാ. ഈ സൈഡ് തന്നെ കേട്ടാ, അത്യാവശ്യം നല്ല വീതിയായിട്ടുള്ള ഷോൾ തന്നെയാണ്. യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കംഫർട്ട് ആയിരിക്കട്ടെ. അത് എൻ്റെ ഒരു ഗ്യാരണ്ടിയിലാണ് ഞാൻ പറയണത്. ഇതുവരെ ഈ പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് യാതൊരു കംപ്ലൈന്റും മെറ്റീരിയലിനെ പറ്റി പറഞ്ഞിട്ടില്ല കേട്ടാ. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എന്തേ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഷോൾ സെറ്റ് ആണ്. അതും മെറ്റീരിയൽ ആണെങ്കിൽ ഷിഫോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ കംപ്ലീറ്റ് പാനൽ കട്ടാണ്. പിന്നെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ്. പിന്നെ ഇതിന്റെ സ്ലീവില് ലൈനിങ് വന്നില്ല കേട്ടോ. പിന്നെ വളരെ ചെറിയൊരു പ്രൈസിലും കൂടി നിങ്ങൾക്ക് ഇത് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാൻ ചെയ്യാം. അപ്പൊ സൈസ് എക്സൽ ആണുള്ളത്. ലെങ്ത് ഒരു 48 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച് തന്നെയാണ്. പിന്നെ നോക്കിക്കേണ്ട, റൗണ്ട് നെക്ക് ആണ്. റൗണ്ട് നെക്കിൽ അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ടൈ ആണ് ഒരു സംഭവമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു പാനൽ കട്ട് കണ്ടിന്യൂറ്റി ആണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്ലീവിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, വേറെ ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഷിഫോൺ ഫാബ്രിക് ആണ്, പ്രിന്റഡ് ആയതുകൊണ്ടിട്ട് വലിയ സീൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇന്നറൊക്കെ യൂസ് ചെയ്താൽ മതി എന്നുള്ളൂ കേട്ടോ. ബാക്കിലും ആ ഒരു പാനൽ കട്ട് കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ പ്രിന്റ് ടു പ്രിന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഷോൾ വരാൻ നേരത്ത് ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്കാർഫ് ഷോളിലേക്ക് സൈസ് തന്നെ വന്നുള്ളൂ കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് തന്നെയാണ്. അപ്പൊ ഷിഫോണിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഷോൾ സെറ്റ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കും കൂടി വേണ്ട. ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും 695 ഉള്ളൂ കേട്ടോ. 695 ഷിഫോൺ ഫാബ്രിക്കിൽ പാനൽ കട്ടിലാണ് ഷോൾ സെറ്റ് വന്നിട്ടുള്ളത്. കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും കളേഴ്സ് മെച്ചായിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ റിപ്പീറ്റേഷൻ ആണെങ്കിൽ ഓവറായിട്ട് തന്നെയല്ല, ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റിന്റെ. അപ്പൊ എൻക്വയറി അനുസരിച്ചിട്ട് ഇതിന്റെ പല പ്രിന്റ് ആയിട്ടൊക്കെ നമ്മൾ പ്രൊഡക്റ്റിൽ ഇറക്കണമായിരിക്കും കേട്ടോ.
വെറും 695 നിങ്ങൾക്ക് സുഖമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് പാനൽ കട്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ. പാനൽ കട്ട് ആയതുകൊണ്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യാറുണ്ട്. പാനൽ കട്ടിൽ മാത്രമല്ല അലൈൻ കട്ടിലും ഷോൾ സെറ്റ് ആണെങ്കിലും ടോപ്സ് ആണെങ്കിലും നല്ല രീതിയിൽ എൻക്വയറി ഒക്കെ ചെയ്യാറുണ്ട് കണ്ടാ. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കുറേ നാളല്ല ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അധികം 3 പീസ് തന്നെയാണ്. അപ്പോൾ ഇതേപോലത്തെ ഷോൾ സെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ അഫോർഡബിൾ റേറ്റിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും കേട്ടോ. വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള കളർ നോക്കി പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട്. അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ എക്സൽ സൈസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോംബർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതില് നോർമലി നമുക്ക് ഇങ്ങനത്തെ റോംബർ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെറ്റീരിയലിൽ ഫസ്റ്റ് ടൈമാണ്, അതായത് ഈ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. ഏകദേശം ഒരു വുളൻ വെൽവെറ്റ് മെറ്റീരിയൽ എന്ന് പറയട്ടെ. അങ്ങനത്തെ കൺസെപ്റ്റ് ആയിട്ടാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. വിത്ത് കങ്കാരു പോക്കറ്റ് ആയിട്ടാണ്. അപ്പോൾ കങ്കാരു പോക്കറ്റ് മാത്രമല്ല, സൈഡിൽ ഇങ്ങനെ 2 സൈഡ് പോക്കറ്റും കൂടി വന്നിട്ടുണ്ട്. ഇന്നർ ഔട്ടറും കൂടി സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നറിൻ്റെയൊക്കെ ആണെങ്കിൽ പക്ക സാറ ബ്രാൻഡിൻ്റെ നല്ലൊരു പ്രീമിയം ലെവല് റോംബർ ടോപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവർ ലെങ്ത് എന്ന് പറയാനായിട്ടില്ല, സൈസ് എക്സൽ ആയിരിക്കും യൂസ് ചെയ്യുക. ലെങ്ത് ഏകദേശം ഒരു 48 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലൊക്കെ നമുക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് പോർഷനിലൊക്കെ ഇങ്ങനെ ഒരു പാൻസും കൂടി നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയുള്ള രീതിയിലുള്ള കട്ടിങ് ഒക്കെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് അതിൻ്റെ ഫാബ്രിക് ആണ് കേട്ടോ. ഒരു ഫാബ്രിക് നോക്കി നോക്കിയാൽ നിങ്ങൾ നല്ലൊരു പ്രീമിയം ലെവൽ ഫാബ്രിക് ആണ്. ചൈന മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാനത് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി ലോങ് ടോപ്പാണ്. നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലും കൂടിയിട്ടാണ് സെറ്റ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും 1195 കേട്ടോ. അപ്പം നല്ല പ്രീമിയം ലെവല് റോംബർ സ്യൂട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ലൈനിങ് അല്ല, ഇന്നറാണ് ഇതിന്റെ സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. വേണ്ട, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ ഇന്നറിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഇന്നറിന് തന്നെ നല്ലൊരു വാല്യൂ, നല്ലൊരു റേറ്റ് പുറമേ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെറ്റ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ആയിട്ട് തന്നെയാണ് ഇന്നർ വന്നിട്ടുള്ളത് കേട്ടോ. വേണ്ട, അപ്പൊ ഇങ്ങനെ വന്നാൽ ഏത് കളറിനും ആ ഒരു കളറ് സ്യൂട്ട് ആവുകയും ചെയ്യും. അപ്പൊ ചെറിയൊരു ഹൈനെക്കും കൂടി വരാൻ നേരത്ത് ഇങ്ങനെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീല് പ്രൊഡക്റ്റിന് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. വേണ്ട, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോംബർ തന്നെയാണ്. അത് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇപ്പൊ ഓണത്തിന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടീനേജിനൊക്കെ പറ്റിയ വെറൈറ്റി എന്ന് പറയാട്ടെ. നോർമലി നിങ്ങൾ കാണുന്ന പോലത്തെ ഒരു പട്ട അങ്ങനത്തെ ഇടുന്നേക്കാളും ബെറ്റർ ആയിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി നിങ്ങളുടെ കൺസെപ്റ്റിൽ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചൂസ് ചെയ്തോട്ടെ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. ഇത് പ്രിന്റ് അല്ല, കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് ഹാൻഡ് വർക്കാണ് ഓൾ ഓവർ പോയിട്ടുള്ളത്. പിന്നെ ഫാബ്രിക് ആണെങ്കിൽ അതിൻ്റെ ഒരു ഫാബ്രിക് ടച്ച് തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. നല്ല ഭംഗിയായിട്ടുള്ള, അതായത് നല്ല പ്രീമിയം ലെവൽ ഒരു സിൽക്കി ടൈപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പ്രത്യേകം പറയാം, ടീനേജ് മാത്രമല്ല ഒരു ലാർജ് സൈസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 40 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പൊ പിൻട്രസ്റ്റിലൊക്കെ നിങ്ങൾ കാണുമല്ലോ ഒരു വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ സ്ലീവ് വരാൻ നേരത്തെ ഇങ്ങനെ ഒരു പഫി ആയിട്ടുള്ള ഇങ്ങനെ ഒരു പ്ലീറ്റഡ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. അതിൽ എൻഡിലേക്ക് വരാൻ നേരത്ത്, അതായത് ഈ ഒരു ഹാഫ് ആയിട്ടുള്ള സ്ലീവ് ആയിട്ട് കൺസെപ്റ്റിൽ കൂട്ടിയാൽ മതി. പിന്നെ മെയിനായിട്ട് അതിന്റെ ത്രെഡ് ആണ് വേണ്ട, ആ ഒരു ത്രെഡ് വർക്ക് ഒക്കെ ചെയ്യാണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്കാണ്. അത് ഫുള്ളി ഓൾ ഓവർ ആ ഒരു ടോപ്പിൽ പോയിട്ടുണ്ട്. 4 കളേഴ്സ് ആണ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വെറും 995 ഉള്ളൂ കേട്ടോ. 995 ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചാണ് വന്നിട്ടുള്ളത്. അതും നല്ലൊരു പ്രീമിയം ടച്ച് എന്ന് പറയട്ടെ. ഞാൻ പറയാ, പ്രൊഡക്റ്റ് ലോക്കൽ ഐറ്റം ഒന്നല്ല, എങ്ങനെ വന്നാലും ഒരു 1000 അബവ് നിങ്ങൾക്ക് പുറമെ പ്രൊഡക്റ്റിന് ചിലവാവുന്ന ഐറ്റമാണ്. നമ്മളൊരു ബിലോ 1000 റേറ്റിന് പ്രൊഡക്റ്റ് കൊടുക്കണം കേട്ടോ. കണ്ട, അപ്പൊ നോർമലി നിങ്ങളെ കാണുന്നേക്കാളും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഓണം സ്പെഷ്യൽ അതാണ്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ഇതിന്റെ പ്രീ ഓർഡർ ഇറക്കണമായിരിക്കും കേട്ടോ. വേണ്ട, അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഡോം മെറ്റീരിയലിൽ ലോങ് ടോപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ലോങ് ടോപ്പ് വന്നപ്പോ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ചേഞ്ച് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുകയും ചെയ്യും കേട്ടോ കസ്റ്റമേഴ്സിന്. അപ്പൊ വേറെ ഒന്നല്ല, ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ടൺ ആണെങ്കിൽ ഫുള്ളി ഓപ്പൺ ആക്കാൻ പറ്റിയ ഒരു ബട്ടൺ ടൈപ്പ് തന്നെയാണ് ഒരു ചൈനീസ് നെക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു 55 ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട്. ബാക്കി കട്ടിങ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ബട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ സ്ലീവ് വരാൻ നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചിൽ ഒരു ബലൂൺ ഫിറ്റ് ആയിട്ടുള്ള എലാസ്റ്റിക് ആയിട്ടുള്ള സ്ലീവാണ്. പിന്നെ നോക്കി വെക്കേണ്ട
ആ ഒരു നെക്ക് വരാൻ നേരത്തെ ആ ഒരു ചെറിയൊരു ചൈനീസ് നെക്കിൽ ഇങ്ങനെ ഓപ്പൺ ആക്കാവുന്ന ഒരു ബട്ടൺ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല, ഇങ്ങനെ ടൈ ചെയ്യാന്നുള്ളൊരു സംഭവമൊക്കെ ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ 4 കളേഴ്സിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഒരു 495 നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കണം, അടിപൊളി ഐറ്റം തന്നെ കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ചും കൂടി ഒരു വോളിയം ഉണ്ടാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബുക്കിങ്ങിന് ഒരു വോളിയം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടും കൂടി ഒരു ടോപ്പിൽ ഈ ഒരു സെറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേത് നോർമൽ റൗണ്ട് നെക്കിലാണ് വന്നിരുന്നത്. അപ്പോൾ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് മാത്രമല്ല, നോർമൽ ടോപ്പായിട്ടും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആണ്, നല്ലൊരു വെറൈറ്റി കളർ ചാർട്ടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ്ങും ഈ ഒരു സെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ.